ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിക്കെതിരെ മീഡിയ വൺ ചാനലും അതിലെ അവതാരകരും നുണപ്രചാരണം നടത്തുന്നതായ ആരോപണം. വത്സൻ തില്ലങ്കേരി ചാവശ്ശേരിയിലെ ശിഹാബ് വധക്കേസിൽ പ്രതിയാണെന്നും നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടെന്നും നുണപ്രചാരണം നടത്തുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതേസമയം തനിക്കെതിരെ നുണപ്രചാരണം നടത്തിയ മീഡിയ വൺ ചാനലിലും ആക്ഷേപകരമായ പരാമർശം നടത്തിയ അതിലെ അവതാരകർക്കുമെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി നിയമ നടപടി ആരംഭിച്ചു. RSSകാരെ ആർക്കും എന്തും പറയാമെന്നുള്ള വിചാരമുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനാകില്ലെന്ന് വത്സൻ തില്ലങ്കേരി ജനൻ TVയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത്തരം ഒരു പരാമർശം നടത്തിയതെന്ന് അറിയില്ല. ഞാൻ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. കണ്ണൂർ ജില്ലയിലുള്ളവർ എന്നെ ഗുണ്ടയെന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ശിഹാബ് എന്ന് പറഞ്ഞ ഒരാളെ കൊന്ന സമയത്ത് ആ ചർച്ചയിൽ സംസാരിച്ച അജിംസ് എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്നെ ഗുണ്ടെന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നുണപ്രചരണം നടത്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയ പരിസരം ഒരുക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയ വൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭീകരവാദികൾക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അരങ്ങൊരുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രത്യയശാസ്ത്ര പരിസരം ഒരുക്കാൻ വേണ്ടി ന്യായീകരണം ചമക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ഈ ചാനൽ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ന്യായമായും സംശയിക്കേണ്ടത്. ഏതായാലും നിയമപരമായി തന്നെ ഇതിനെ നേരിടാനാണ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ സ്വാഭാവികമായി ഇതിനെതിരായിട്ടുള്ള പ്രചരണവും സംഘടിപ്പിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരം കളി അവസാനിപ്പിച്ചേ മതിയാവുമെന്നാണ് സംഘടനാപരമായും തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തിപരമായും എൻ്റെ നിലപാടതാണ്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ശരി, വത്സൻ തില്ലങ്കേരിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇനി കണ്ണൂരിൽ നിന്ന് മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ പിള്ള കൂടെ ചേരുന്നുണ്ട്. മിഥുൻ, നമസ്തേ. ഈ RSS നേതാക്കൾക്കെതിരെ എന്തും പറയാമെന്ന് മലയാളത്തിലെ ചില മാധ്യമങ്ങൾക്കൊരു ധാരണയുണ്ട്. അത് നടക്കില്ല. ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി എത്തിയിരിക്കുന്നത്. മീഡിയ വൺ ചാനലിനെതിരെ, പേരെടുത്ത് തന്നെ പറയുകയാണ്, മീഡിയ വൺ ചാനലിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുക തന്നെയല്ലേ ചെയ്യുന്നത്? രജനി, നമസ്തേ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലും സംസ്ഥാനത്തെ ചില മാധ്യമങ്ങളും ഇത്തരത്തിലൊരു പ്രചരണം ശക്തമായി തന്നെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിൽ നടന്ന ഈ ഒരു കാര്യം. മൂന്ന് അവതാരകർ ഇരുന്നു കൊണ്ടുള്ള ഈ ഒരു പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കേരിയെ വളരെ മോശമായി അല്ലെങ്കിൽ അധിക്ഷേപകരമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് നുണപ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഈ മട്ടന്നൂരിൽ നടന്ന ഒരു ശിഹാബ് എന്ന വ്യക്തിയുടെ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നടക്കമുള്ള വലിയ തോതിലുള്ളൊരു നുണപ്രചരണം തന്നെയാണ് മീഡിയ വണ്ണിലെ വാർത്താ അവതാരകർ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കേരി നിലവിൽ ഒരു ക്രിമിനൽ കേസുകളിലും പ്രതിയല്ല. എന്നാൽ അദ്ദേഹം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നൊരു കാര്യം പറഞ്ഞു വെക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവർ പറയുന്നത് ഈ മട്ടന്നൂരിൽ നടന്ന ശിഹാബിന്റെ കൊലപാതക കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് വത്സൻ തില്ലങ്കേരി എന്നാണ്. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 2002 മെയ് 22-നാണ് മട്ടന്നൂർ ചാവശ്ശേരിയിലെ ഉത്തമൻ എന്ന് പറയുന്ന RSS പ്രവർത്തകനെ ബോംബെറിഞ്ഞ ശേഷം CPMകാർ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. ഈ ഉത്തമന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വാഹനത്തിന് നേരെ, ആളുകൾ മടങ്ങുകയായിരുന്ന വാഹനത്തിന് നേരെയും CPMകാർ ഒരു ബോംബേർ നടത്തി. ആ ബോംബേറിലാണ് വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്ന ശിഹാബും ആ വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അമ്മ എന്ന വയോധികയും കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ കേസിൽ 25 പ്രതികളാണ് ഉണ്ടായത്. 25 പേരും CPMകാരാണ്. മാത്രമല്ല, കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഒരു കേസ് കൂടിയാണ് ഈ അമ്മ ശിഹാബ് വധക്കേസ്. ഈ കേസാണ് CPMകാർ പ്രതികളായ ഈ കേസാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയ വത്സൻ തില്ലങ്കേരിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം ഈ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ മീഡിയ വണ്ണിലെ വാർത്താ അവതാരകർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി
ഇസ്ലാമിയുടെ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ഒരു നെറേറ്റീവിന്റെ ഭാഗമായാണ് അതിലെ മാധ്യമ പ്രവർത്തകർ, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിലൊരു പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും വത്സൻ തില്ലങ്കേരിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊരു നിലപാട് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. കാരണം ഭീകരവാദികൾക്ക് കളം ഒരുക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കുക, അവർക്ക് പ്രവർത്തിക്കാനൊരു സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് RSSന്റെ നേതാക്കളെയും RSSന്റെ സംവിധാനത്തെയും സംബന്ധിച്ച് ഇത്തരം വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ നുണ പ്രചരണങ്ങൾ നടത്തുന്നത്. അത് ഇനിയും അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതൃത്വവും തന്നെ ഉള്ളത്. തീർച്ചയായിട്ടും വത്സൻ തില്ലങ്കേരിയുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടയിലാണ് ഈ ശിഹാബ് വധക്കേസിൽ പ്രതിയാണെന്നുള്ള വരുന്നതും. എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായിരുന്നാലും മറ്റൊരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ പറയുവാനുള്ളൊരു ചങ്കൂറ്റം ഈ ചാനലിന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. ഒപ്പം CPM-ന് കൂടെ പിടിച്ചു കൊടുക്കുന്നു. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര സംഘടനകൾക്ക് കൂടെ പിടിച്ചു കൊടുക്കുക കൂടെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം RSS നേതാക്കൾ ഇത്തരത്തിൽ ക്രിമിനലുകളാണ് അല്ലെങ്കിൽ ഗുണ്ടകളാണ് എന്ന് ഒരു പൊതുവായൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് അവരെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കാനും അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ പടച്ചു വിടുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നമുക്കറിയാം, ഇതിന് മുൻകാലങ്ങളിൽ CPM-ന്റെ ഓരം ചേർന്നുകൊണ്ട് നടന്ന ആളുകളാണ്, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPM-നൊപ്പം ചേർന്ന് മത്സരിച്ചിട്ടുള്ളതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി അടക്കമുള്ള സംഘടനകൾ. അപ്പോൾ അത്തരം ഒരു നരേറ്റീവ് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. കാരണം കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാം, പല വിഷയങ്ങളും അതൊരു വർഗീയമായി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വർഗീയമായി മാറ്റപ്പെടുന്ന അവസ്ഥകൾക്ക് പിന്നിൽ പലതും ഇത്തരത്തിലുള്ള സംഘടനകളാണ് എന്നൊരു ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു മീഡിയ വൺ ചർച്ചയിൽ വാർത്താ അവതാരകരായ ആളുകൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവിനെതിരെ ശക്തമായൊരു അല്ലെങ്കിൽ വളരെ മോശമായ നുണ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ പ്രതിഷേധവും അല്ലെങ്കിൽ ഈ കേസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സംഭവത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ശക്തമായ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. കാരണം ഒരു കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ രാഷ്ട്രീയപരമായ കേസുകൾ, ഭരണകൂടം ഭരണകൂടം ചുമത്തിയ കേസുകളൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെ വിട്ടയച്ചിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് യാതൊരു ഉറപ്പുമില്ലാത്ത ഇത്തരം ഒരു നുണയൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഒരു ചോദ്യം തന്നെയാണ്. വിവിധ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒരുപക്ഷെ സമരങ്ങൾ നയിക്കുകയും ചെയ്തിരിക്കാം. അതിനൊക്കെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കാം. ഒരുപക്ഷെ കേസുകൾ വന്നേക്കാം. പക്ഷെ അതിലൊന്നും പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ജനം TV അടക്കം ഏതു മാധ്യമവുമാകട്ടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശക്തമായി തന്നെ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ തെളിവുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ, ആരോപണങ്ങൾ നടത്തേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. അതൊരു മാധ്യമ നീതിയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അത്തരം ഒരു തെളിവുകളും നൽകാനില്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു വെറും ആരോപണമായി മാത്രം തന്നെയാണ് നൽകാൻ കഴിയുക. നിയമ നടപടിയിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ തീർച്ചയായും അതിനുള്ള ആത്മവിശ്വാസവും അതുതന്നെയാണ്. ഇത്തരത്തിൽ ഇവർക്ക് ആരോപണം നടത്താൻ ഒരു തെളിവും ഇല്ല എന്നുള്ളത്, തെളിവ് ഇല്ലാത്തതിന് കാരണം അദ്ദേഹം അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മിഥുൻ, അപ്പോൾ അദ്ദേഹത്തിന് അത് തന്നെയല്ലേ ആത്മവിശ്വാസം? വീണ പറഞ്ഞത് കൃത്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ആകുമ്പോൾ രാഷ്ട്രീയപരമായ കേസുകൾ ഉണ്ടാകും. മാത്രമല്ല, വത്സൻ തില്ലങ്കേരിയെ സംബന്ധിച്ച് കണ്ണൂരിലെ മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ ഒരു പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ കേസിൽ കുടുക്കാനും മറ്റും ശ്രമിക്കുന്ന സാഹചര്യം മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസിൽ കുടുക്കിയ സമയങ്ങളിലൊക്കെ തന്നെ അത് കൃത്യമായ നിയമ വഴികളിലൂടെ മുന്നോട്ട് പോയി കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം,
ആ കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടേ ഇല്ല എന്ന് നിയമ സംവിധാനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ അദ്ദേഹത്തെ വെറുതെ വിട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും ഈ നുണപ്രചരണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വത്സൻ തില്ലങ്കേരിക്ക് പങ്കുണ്ടെന്ന ഒരു നുണപ്രചരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ മുഴുവൻ പ്രതികളും CPM-കാരാണ് എന്ന വസ്തുത നിലനിൽക്കെ ആ വസ്തുതയൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ആ കേസിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ കേസുമായി പുലബന്ധം പോലും ഇല്ലാത്ത വത്സൻ തില്ലങ്കേരിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമായ മീഡിയ വണ്ണും അതിലെ വാർത്താ അവതാരകരും ശ്രമിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെ ആധികാരികത പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ അത്തരമൊരു യാതൊരു മുന്നൊരുക്കങ്ങളോ ഒന്നും നടത്താതെ പൂർണ്ണമായും നുണ അടിച്ചിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു മാധ്യമ പ്രവർത്തന രീതിക്ക് ചേരാത്തൊരു പരിപാടിയാണ് അവർ ചെയ്തതെന്നുള്ളത് 100% വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നുണപ്രചാരണങ്ങൾ ഇതിന് മൗനം പാലിച്ചു കഴിഞ്ഞാൽ നാളെയും ഇതുപോലത്തെ ആരോപണങ്ങൾ വരാം. കുറെ കാലം തുടർച്ചയായി ഇത്തരം ആരോപണങ്ങൾ വന്ന് അതൊരു കള്ളത്തെ സത്യമാക്കി മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകാം. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഹൈക്കോടതിയിൽ അദ്ദേഹം ഈ മാധ്യമ സ്ഥാപനത്തിനും ഈ നുണ പ്രചരിപ്പിച്ച വാർത്താ അവതാരകർക്കുമെതിരെ പരാതി കൊടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും ഈ RSS BJP പ്രവർത്തകരെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരെ ഏത് രീതിയിൽ വേട്ടയാടിയാലും യാതൊരു പ്രതികരണവും ഉണ്ടാകില്ല. ആർക്കും എന്ത് വേണമെങ്കിലും പറയാവുന്നൊരു സാഹചര്യം ഇനി ഉണ്ടാകില്ല. ആ സാഹചര്യം അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. വീണ, മിഥുൻ, വത്സൻ തില്ലങ്കേരിയെ ആക്രമിക്കുന്നതിലൂടെ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആരെയാണ് വളർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി, ഇതിന്റെ മറവിൽ ആരെയാണ് വളർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ പ്രസക്തമാകേണ്ടതല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഭീകരവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നൊരു സംഘടനയാണ് സംഘപരിവാറും അതിൻ്റെ പോഷക സംഘടനകളും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങളും തീവ്ര നിലപാടുള്ള ആളുകളും വളർന്നു വരണമെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ഒരു ശക്തി ക്ഷയിക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് അതിന് കളമൊരുക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇത്തരം പ്രചാരണങ്ങളിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം തീവ്ര നിലപാടുകാരായ ആളുകളെ തുറന്നു കാട്ടുന്നതിലും അവർക്കെതിരെ പ്രചരണം നടത്തുന്നതിലും ഒക്കെ തന്നെ കാലങ്ങളായി മുൻപന്തിയിൽ നിൽക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെ സംഘപരിവാർ പ്രസ്ഥാനത്തെ ശോഷിപ്പിക്കാമോ അങ്ങനെ ശോഷിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് വളക്കൂറുള്ള ഒരു മണ്ണ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ അവർക്കിവിടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വത്സൻ തില്ലങ്കേരി നമ്മോട് വ്യക്തമാക്കിയ ഒരു കാര്യം ഇത് തന്നെയാണ്. ഭീകരവാദികൾക്ക് കളമൊരുക്കുക എന്നൊരു ഒരു കാര്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ. നമുക്കറിയാം, ആക്രമിക്കാനുള്ള ഒരു കളം ഒരുക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഒരാളെ കുറ്റവാളിയാണ് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ട് ഒരു കള്ളത്തെ സത്യമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ഒരു ശ്രമം തന്നെയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരെ വേട്ടയാടാനുള്ള ശ്രമത്തിന്റെ ഒരു തുടക്കം എന്നോണം തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തെ നോക്കിക്കാണേണ്ടത്. വീണ, ഇതിനൊരു കാര്യം കൂടെ നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടത്, കാരണം മുൻപത്തെ പോലെ അല്ല, ഹിന്ദു സംഘടനകൾ കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു സമയമാണ്. അവരെ ഏതു തരത്തിലും തളർത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങളൊക്കെ തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനെ ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ ചാനലും ഈ രംഗത്ത് ഏറുന്നത് അത് എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ നുണപ്രചരണങ്ങൾ നടത്തിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് കേരളത്തിൽ. അതൊക്കെ തന്നെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ RSSകാർക്ക് നേരെ അമ്പെറിയുന്നതും. തീർച്ചയായും രജനി, അങ്ങനെ തന്നെ വേണം കണക്ക് കൂട്ടാൻ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ സംഘപരിവാർ സംഘടനകളെ രൂക്ഷമായി വിമർശിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മുൻകാലങ്ങളിൽ അത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിക്കൊണ്ട് ഈ പല സംഭവങ്ങളിലും RSSനെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ആസൂത്രിതമായ ഒരു ശ്രമം പല ഇടത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.
സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കമുണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ നമുക്കറിയാം, ഹുക്കുമത്തെ ഇലാഹി എന്നൊരു തത്വം വെച്ചുകൊണ്ട് രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കണം എന്നൊരു തത്വം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യത്തിന് പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മോട് ഈ സംഘപരിവാർ സംഘടനകളെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരണമെന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ ഒരു നിയമ നടപടിയെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രജനി, ശരി. എന്തായാലും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരിക്കെതിരെ മീഡിയ വൺ ചാനലും അതിലെ അവതാരകരും നുണപ്രചാരണം നടത്തുന്നതായിട്ടാണ് ആരോപണം. എന്തായാലും ഇതിൽ നിയമ നടപടിക്ക് ഒരുങ്ങുക തന്നെയാണ് വത്സൻ തില്ലങ്കേരി ചെയ്യുന്നത്. ഹൈക്കോടതിയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം RSSകാരെ എന്തും പറയാമെന്നുള്ളൊരു നിലപാട് ഇനി ആർക്കും വേണ്ട എന്നുള്ളൊരു സൂചന കൂടെ തന്നെയാണ് വത്സൻ തില്ലങ്കേരി നൽകുന്നത്. വിശദമായ റിപ്പോർട്ടാണ് മിഥുൻ പിള്ള നൽകിക്കൊണ്ടിരുന്നത്.